നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുത്തു. നടിയുടെ വീട്ടിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തത്. തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് 2016 സിനിമ വാഗ്ദാനം ചെയ്ത് വിളിച്ചുവരുത്തി സിദ്ദിഖ് പീഡിപ്പിച്ചുവെന്നാണ് നടിയുടെ പരാതി. കൊടുങ്ങല്ലൂർ മുതൽ ചേറ്റുവ വരെയുള്ള തീരദേശ മേഖലകളിൽ ആകാശ നിരീക്ഷണം നടത്തി പോലീസ്. തീരദേശ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിരുന്നു പരിശോധന. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ ശിവക്ഷേത്രത്തിൽ മോഷണം. ഓഫീസ് മുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയി. ഭണ്ഡാരത്തിന്റെ പുറത്തെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. ഒല്ലൂർ വിശുദ്ധ ഏവുപ്രാസ്യാമ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ നാളെ ആഘോഷിക്കും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചൊവ്വൂരിൽ ബസ് വൈദ്യുതി തൂൺ ഇടിച്ചു തകർത്തു. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന 2 സ്ത്രീകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചേർപ്പ് ഭാഗത്തുനിന്നും വന്നിരുന്ന ശില്പി ബസ്സാണ് ചൊവ്വൂർ ട്രാഫിക് പഞ്ചിംഗ് സ്റ്റേഷന് സമീപമുള്ള പോസ്റ്റിൽ ഇടിച്ചത്. തൃശൂർ സുവോളജിക്കൽ പാർക്കിന് മുഴുവൻ സമയ ഡയറക്ടറെ അടിയന്തരമായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് മന്ത്രിക്ക് ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി എം പീതാംബരൻ നിവേദനം നൽകി. പാർക്കിന്റെ ആവാസ വ്യവസ്ഥകളുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായ ശേഷമേ തൃശൂർ മൃഗശാലയിൽ നിന്നും മറ്റ് ജീവികളെ പുത്തൂരിലേക്ക് മാറ്റാൻ പാടുകയുള്ളൂവെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. കൊടുങ്ങല്ലൂർ പടനയിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ തുറന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 4 പതിറ്റാണ്ടിലേറെ കാലമായി കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുരയിൽ പ്രവർത്തിച്ചുവരുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അടുത്തയാഴ്ച മുതൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രവർത്തനം മാറ്റും. ചന്തപ്പുര ടൗൺ LP സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിച്ചുവരുന്ന ഓഫീസ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിലാണ്. 9 ദിവസം പൂട്ടിക്കിടന്നിരുന്ന ആറ്റൂരിലെ റേഷൻ കട തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസറുടെയും തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസറുടെയും നേതൃത്വത്തിൽ അടപ്പിച്ച റേഷൻ കടയാണ് തുറന്നത്. ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ 60-കാരന് 11 വർഷം തടവും 40,000 രൂപ പിഴയും. പഴവൂർ കരുവാട്ടുപറമ്പിൽ മായൻകുട്ടിയെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി R. മിനി ശിക്ഷിച്ചത്. മട്ടത്തൂർ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജന്മദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദ്രാവിഡ കലാ സാംസ്കാരിക വേദി തൃശൂരിന്റെ മഹാത്മാ അയ്യങ്കാളി കർമ്മശ്രേഷ്ഠ പുരസ്കാരം പ്രതിപക്ഷ നേതാവ് VD സതീശന് സമ്മാനിക്കും. 25,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കർഷക തൊഴിലാളി യൂണിയൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെങ്കിടങ്ങ് സെന്ററിൽ അയ്യങ്കാളി അനുസ്മരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജന്മദിനം മുല്ലശ്ശേരിയിൽ സമുചിതമായി ആഘോഷിച്ചു. BKMU മണ്ഡലം സെക്രട്ടറി PS ജയൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പ്രഥമ ഫ്രാഞ്ചൈസി ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയിലെ തൃശൂർ ടീമായ തൃശൂർ മാജിക് FCയുടെ ലോഞ്ചിംഗ് നടന്നു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ടീമിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. പാവർട്ടി പഞ്ചായത്ത് ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സാമുദായിക ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഹിന്ദു സാമുദായിക ഐക്യവേദി പ്രസിഡന്റ് PV ഹരിഹരൻ, ശ്രീനിവാസൻ പിടിയാക്കൽ, MP കൃഷ്ണൻ, PK വിജയൻ, KV രാമകൃഷ്ണൻ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. 3.5 പതിറ്റാണ്ടിന് ശേഷം കലാസംഘടനയായ ചാലക്കുടി കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിൽ നാടക അവതരണം പുനരാരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. മച്ചാട് സാന്ത്വന സൊസൈറ്റി പ്രവർത്തനോദ്ഘാടനം പുന്നംപറമ്പിൽ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മച്ചാട് സാന്ത്വനം സൊസൈറ്റി പ്രസിഡന്റ് TK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ സംഘടിപ്പിച്ചു വരുന്ന ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം തുടരുന്നു. 3-ാം ദിവസം കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് എന്ന നാടകം അരങ്ങേറി.
തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലി ദിവസങ്ങൾ 200 വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് INTUC സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ INTUC ജില്ലാ സെക്രട്ടറി AT ജോസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ചരക്ക് വാഹന മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ഒക്ടോബർ 4-ന് സംസ്ഥാനതല പണിമുടക്ക് പ്രഖ്യാപിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെയും ഉടമസ്ഥ സംഘടനകളുടെയും സംയുക്ത സമിതി. സംസ്ഥാനതല പണിമുടക്കിന് മുന്നോടിയായി ഓഗസ്റ്റ് 31-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സംയുക്ത സമിതി. അയ്യന്തോൾ കൃഷി ഓഫീസിന്റെയും അരണാട്ടുകര പടിഞ്ഞാപ്പുറം റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. ഫാദർ ജോർജ് അടക്കളത്തോർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. 23rd തൃശൂർ സ്കൌട്ട് ഓപ്പൺ ഗ്രൂപ്പ് ലീഡർ ജോസി ബി ചാക്കോ, ചാവക്കാട് ജില്ലാ അസോസിയേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ MV സുന്ദരൻ എന്നിവർ HWBR ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന അസോസിയേഷന്റെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ ഓഫ് മെറിറ്റ് അവാർഡിന് അർഹരായി. പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി തുടങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. 51,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. പദ്ധതിക്ക് 3,806 കോടിയാണ് മുതൽ മുടക്ക്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ മെച്ചമാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമാഹരിക്കാൻ ശനിയാഴ്ച ജനകീയ സദസ്സ് ചേരുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ജനകീയ സദസ്സ് നടത്തുക. ഭാരതീയ ദളിത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ദിനാചരണം സംഘടിപ്പിച്ചു. DCC ഓഫീസിൽ നടന്ന അയ്യങ്കാളി ദിനാചരണം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ അമേച്ചർ ജൂഡോ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ എരുമപ്പെട്ടി സ്വദേശി സാൻഡ്ര ഐറിനെ പ്രവാസി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയും ചേർന്ന് അനുമോദിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ എന്നിവർ പൊന്നാട അണിയിച്ചു. PKS ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ അയ്യങ്കാളി സ്മൃതി സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന അയ്യങ്കാളി സ്മൃതി CITU ജില്ലാ സെക്രട്ടറി C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. കേരള ലാൻഡ് കമ്മീഷൻ ഏജൻസ് യൂണിയൻ ജില്ലാ സമ്മേളനം ശനിയാഴ്ച മാളയിൽ നടക്കും. ബെന്നി ബെഹനാൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ദളിത് ആദിവാസി ഇൻഡിപെൻഡന്റ് സോഷ്യൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ അന്തിക്കാട് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം ആചരിച്ചു. ദിശ സംസ്ഥാന ജനറൽ സെക്രട്ടറി S കുമാർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ച് അഭിഭാഷകർക്ക് ഏകദിന പഠന ക്ലാസ് നടത്തി. ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് അന്യാസ് തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. ഏറെ നാളായി കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന മുരിയാട് പഞ്ചായത്തിലെ ആനന്ദപുരം പ്രാഥമികാരോഗ്യ കേന്ദ്രം റോഡ് കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കി കോൺഗ്രസ് മുരിയാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സാജു പാറേക്കാടൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി മണലൂർ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ പുതിയ ബസ് റൂട്ടുകൾ തുടങ്ങുന്നതിനായി ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് നടത്തി. സ്വകാര്യ ബസ് സർവീസ് അനുവദിക്കുന്നതിനുള്ള രൂപരേഖയാണ് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കുന്നത്. AIDRM ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജയന്തി ആഘോഷം നടന്നു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജന്മദിനാചരണം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് A രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം പുതിയകാവ് പാപ്പിനിവട്ടം AMUP സ്കൂളിലെ 1991-92 വർഷത്തിൽ 7ാം ക്ലാസ്സിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ 2ാം വാർഷിക സംഗമം നടത്തി. മുൻ അധ്യാപിക C സരള സംഗമം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം അനധികൃതമായി കാറിൽ കടത്തുകയായിരുന്ന പടക്കം ഹൈവേ പോലീസ് പിടിച്ചെടുത്തു. പാലക്കാട് കൊല്ലങ്കോട് ചീരാണി സ്വദേശികളായ സനൂജ്, സഹായി, യൂനസ് എന്നിവരെ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈവേ പോലീസ് പിടികൂടി.
ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.